DSA മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിലെന്താണെന്ന് വെച്ചാൽ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദിസ് ആൽഗോരിതം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കമ്പൈൽ ടൈം പ്ലസ് റൺ ടൈം. അതിൽ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഇതിപ്പോൾ കമൻറ്റ് ലൈൻ തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഹാഷ് എന്നൊരു തരുമല്ലോ, അതിൻ്റെ അകത്തൊന്നും കാണത്തില്ല. അതിന് നമ്മൾ എന്താ വാല്യൂ 0 എന്നാണ് കൊടുക്കുന്നത്. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ x=10 എന്നും പറഞ്ഞ് തരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരുന്നതിന് എന്തുവാ 1 എന്നും പറഞ്ഞു കൊടുക്കും. പിന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷൻ തന്നിട്ട് ഇഫിൽ കണ്ടീഷൻ തരുന്ന കാര്യങ്ങളൊക്കെ 1 കൊടുക്കും. ലൂപ്പായിട്ടുള്ള ഫോർ ലൂപ്പ് വൈൽ ലൂപ്പിലൊക്കെ വരുന്നതിനൊക്കെ എന്തുവാ ഇങ്ങനെ ലൂപ്പ് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും ഒക്കെ തരുന്ന കണ്ടീഷനെ നമ്മൾ n-1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ബോഡി ഓഫ് ലൂപ്പിന് n എന്ന് വെച്ചാൽ സമ്മ് ഈക്വൽ ടു എന്ന് പറഞ്ഞ തരത്തില്ലേ, അതിന് n എന്നും. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ യൂസ് ചെയ്ത് തരുന്നതിന് 1 എന്നും കൊടുക്കും. ഇവിടെ നോക്കി, ഇവിടെ എന്താ j=1 എന്ന് തന്നിട്ടുണ്ട്. അതെന്തുവാ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ 1 കൊടുത്തു. പിന്നെ ഫോർ ലൂപ്പിൻ്റെ കാര്യം തന്നിട്ടുണ്ട്, n-1 എന്ന് കൊടുത്തു. പിന്നെ വൈൽ എന്തുവാ, ഇവിടെ എന്താ ഓഫ് ലോഗ് എന്ന് വന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ജെ എന്താ ചെയ്യുന്നത്, ജെ ഡബിൾ ആവുകയല്ലേ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ജെയിൻ്റെ പവർ 2 എന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്താ ജെ ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്, പവർ 2 ആവുന്നുണ്ട്. അപ്പോൾ എന്താ ജെ ഗ്രോസ് എക്സ്പോണൻഷ്യലി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ എക്സ്പോണൻഷ്യലി എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ എങ്ങനെ എഴുതുന്നത്, നമ്മൾ ഓഫ് ലോഗിൻ എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഓഫ് ലോഗിനെ എടുത്തത്. ഈ ഒരു കണ്ടീഷൻ്റെ ആൻസർ എന്തായിരിക്കും, ഓഫ് ലോഗിൻ. ഇവിടെ എന്തുവാ, നമ്മളിപ്പോൾ 1 ആണ് കിട്ടിയത്. 1നെ നമുക്ക് ഓഫ് 1 എന്ന് എടുത്ത് എഴുതാൻ പറ്റും. കോൺസ്റ്റൻറ്റ് ടൈം ഓപ്പറേഷൻ എന്തുവാ, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനെന്താ നമ്മൾ വാല്യൂ കൊടുക്കത്തില്ല, അത്ര വാല്യൂ ഉള്ള സാധനമല്ല. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെ എന്താ ഓഫ് n ഉണ്ട്, ഓഫ് ലോഗ് n ഉണ്ട്. ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഓഫ് 1 നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഓഫ് n, പിന്നെ ഓഫ് ലോഗ് n. ഇത് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഇത് രണ്ടെണ്ണേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയാം ഇതാണ് ഇതിൻ്റെ ആൻസർ. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഓഫ് ഇതാക്കി എടുത്തിട്ട് n+ log n എഴുതാൻ പറ്റും. ഇതിലെന്താ നോക്കിയേ, ഇതിൽ രണ്ടിലും ഹയർ ടേം എന്ന് പറയുന്നത് ഓഫ് n ആണ്. അതുകൊണ്ട് നമ്മൾ എന്തുവാ ഇത് കളഞ്ഞിട്ട് ഓഫ് n എന്നും പറഞ്ഞ് എഴുതും. ഇത് എഴുതിയാലും കറക്റ്റാണേ. ഇതിപ്പോൾ ഹയർ ടേം ആയതുകൊണ്ട് നമ്മൾ ഇതാണ് എടുത്തെഴുതുന്നത്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിലെന്താണെന്ന് വെച്ചാൽ റോ മേജർ ആൻഡ് കോളം മേജർ മെമ്മറി ലേഔട്ടിനെ 2D അറേ ആയിട്ട് സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന 3x3 മെട്രിക്സ് ആണ്. ഇതിലെന്തുവാ ഓരോ റോയിനെയും നമ്മൾ റോ ബൈ റോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് റോ മേജർ ലേഔട്ട് എന്ന് പറയുന്നത്. അറേസിനെ റോ ബൈ റോ ആയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് റോ മേജർ ലേഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ 3x3 മെട്രിക്സ് ആണ് എടുത്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് റോയിനെ നമ്മൾ എടുത്തിട്ട് എഴുതും, സ്റ്റോർ ചെയ്ത്. എന്നിട്ട് അടുത്ത രണ്ടാമത്തെ റോയിനെ എടുത്ത് എഴുതി സ്റ്റോർ ചെയ്ത്, മൂന്നാമത്തെ റോയിനെ എടുത്ത് എഴുതി സ്റ്റോർ ചെയ്ത്. ഇതിനാണ് പറയുന്നത്, റോ ബൈ റോ ആയിട്ട് അറേനെ സ്റ്റോർ ചെയ്യാന്ന് പറയുന്നത്. അതാണ് റോ മേജർ ലേഔട്ട്. ഓക്കെ. അടുത്തത് എങ്ങനെയാണ്, കോളം മേജർ ലേഔട്ട്. കോളം മേജർ ലേഔട്ട് എന്ന് വെച്ചാൽ അറേനെ കോളം ബൈ കോളമായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനാണ് പറയുന്നത് കോളം മേജർ ലേഔട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്നതിൻ്റെ കോളം വൈസിൽ എടുക്കണം. അതിനെ നമ്മൾ എടുത്ത് എഴുതി സ്റ്റോർ ചെയ്ത്, പിന്നെ രണ്ടാമത്തെ കോളത്തിനെ എടുത്ത് എഴുതി സ്റ്റോർ ചെയ്ത്, മൂന്നാമത്തെ കോളത്തിനെ എടുത്ത് എഴുതി സ്റ്റോർ ചെയ്ത്. ഇങ്ങനെയാണ് കോളം മേജർ ലേഔട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിലെന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഇൻസേർഷൻ അറ്റ് ഹെഡും ഇൻസേർഷൻ അറ്റും ടെയിലും ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഏതിലൊക്കെ, സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിലും ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിലും ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഓപ്പറേഷൻസ് എടുത്ത് എഴുതാം. ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇൻസേർഷൻ അറ്റ് ഹെഡും ഇൻസേർഷൻ അറ്റ് ടെയിലും. ആദ്യം സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എടുത്ത് എഴുതാം. നമുക്കറിയാം ഇതിലുള്ള ഡിഫറൻസ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ 2 ഉള്ളൂ, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ 3 ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു ആരോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇവിടെ 2 ആരോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഇത്രയും മീൻസ് ആനായിട്ട്. ആദ്യം നമുക്ക് ഇൻസേർഷൻ അറ്റ് ഹെഡ് എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ള സാധനം എന്ന് വെച്ചോ. ഒരു ഹെഡ് ഉണ്ട്, പിന്നെ 2 ഉണ്ട്. ഓക്കെ. ഇതിന് മുമ്പ് നമ്മൾ ഒരു ഹെഡിനെ കൂടി ഇൻസേർഷൻ ചെയ്യുന്ന പറയുന്നത്. എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് നേരത്തെ ഉള്ളത് അതിൻ്റെ കൂടെ ഒരു ന്യൂ നോഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ഇത് ഹെഡാവും, ഇത് വേറെ നോർമലായിട്ടുള്ളൊരു നോഡായി മാറും. കണ്ട, ഇതിനങ്ങ് ഹെഡായി, ഇത് സാധാരണ കണക്കത്തെ നോഡായി. ഈ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റും സെയിം സാധനം തന്നെ. ഇവിടെ ഒരു ന്യൂ നോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ വരും. ഇപ്പം ഇത് ഇവിടെ പോകും. എന്ന് വെച്ചാൽ ഈ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ വരും, ഈ സാധനം നോർമൽ ഒരു നോഡായിട്ടങ്ങ് മാറും. ഓക്കെ. ഒരു പുതിയ ഒരെണ്ണം ഫ്രണ്ടിൽ കൊടുക്കുമ്പോൾ അത് ഹെഡാവും, ബാക്കിയെല്ലാം നോഡാവും. അത്രേ ഉള്ളൂ.
ഇവിടെ എന്താ ഇൻസേർഷൻ അറ്റ് ടെയിൽ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒരെണ്ണം തന്നിട്ടുണ്ട്, ഹെഡ് തന്നിട്ടുണ്ട്, നോഡ് തന്നിട്ടുണ്ട്, ഒരു നൾ നോഡുണ്ട്. നമ്മൾ ഇവിടെ ആയിട്ട് ഒരു ന്യൂ നോഡും കൂടെ കൊടുക്കുക. ഇവിടെ ഒരു ന്യൂ നോഡ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ഇതെന്തരാവും, ഇത് ഇതേപോലത്തെ ഒരു നൾ നോഡാവും. അതേപോലെ അകത്തുള്ളത് എന്താവും, ഒരു നോഡാവും. ഈ ഒരു സാധനം നോഡാവും, ലാസ്റ്റ് വന്നാൽ എന്തായാലും ഒരു നൾ നോഡാവും. ഓക്കെ, ഇതാണ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ അറ്റ് ടെയിൽ. ഇവിടെ ആണെങ്കിലും എന്താ നടക്കുന്നത്, എന്തോ ഹെഡ് ഉണ്ട്, ഒരു നോഡുണ്ട്, എന്താ ഇതെന്തുവാണ്, നൾ നോഡുണ്ട്. ഇവിടെ നമ്മളൊരു പുതിയൊരു നോഡ് കൊടുക്കുക. അതെന്തരാവും, ഈ എക്സ് എന്ന് പറയുന്ന സാധനം, ഈ നൾ നോഡ് എന്ന് പറയുന്നത് എന്താവും, ഇവിടെ വരും. ഈ സാധനം എന്താ, നോർമലി ഒരു നോഡായിട്ട് തന്നെ അങ്ങ് മാറും. അത്രേ ഉള്ളൂ ഇത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ എക്സ്ട്രാ മെമ്മറി എന്ന് വെച്ചാൽ ഇവിടെ എന്തുവാ, ഇവിടെ എത്ര പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒറ്റ പോയിൻറ്റർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഡബ്ല്യു ലിങ്ക്ഡ് ലിസ്റ്റിലാണെങ്കിൽ എന്തുവാ, 2 പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റും പ്രീവിയസ് എന്നും പറയുന്ന എന്താ, 2 പോയിൻറ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയും ഈ ക്വസ്റ്റ്യനിലുള്ളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ആൽഗോരിതം ഇതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു വേർഡ് ഉണ്ട്, ആ വേർഡ് എത്ര തവണ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്താ, ഇപ്പോൾ ക്യാറ്റ്, ഡോഗ്, ഫിഷ്, ഡോഗ് ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഡോഗ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ട്, ആ ഒരു വേർഡ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടെന്നുള്ളതിൻ്റെ കൗണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ആൽഗോരിതം എഴുതാം. ആദ്യം ഇനിഷ്യലൈസ് ഈ കൗണ്ട് എന്ന് പറയുന്നത് എന്താ, 0 എന്ന് കൊടുക്കണം. തുടക്കം എന്താ, 0 എന്ന് കൊടുക്കണം. എന്നിട്ടെന്താ, സെറ്റ് എ പോയിൻറ്റർ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് വെച്ചാൽ ആദ്യത്തതിനെ എന്തോ പോയിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കുക, വൈൽ ടെമ്പ് നോട്ട് നള്ളെന്ന് പറയാം. എന്ന് വെച്ചാൽ ടെമ്പ് നള്ളല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ടെമ്പിന് മുമ്പ് എന്താ, നള്ളെന്ന് വെച്ചാൽ അവസാനമല്ലേ വരുന്നത്, ഇവിടെ ഒരെണ്ണം ഉണ്ട് നള്ളല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ടെമ്പ് ആ ഡേറ്റ് നോക്കണം. ഈ ക്യാറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഡോഗ് ആണോ അല്ലേ എന്നല്ലേ നമുക്ക് നോക്കേണ്ടത്. ഈ ക്യാറ്റ് എന്ന് പറയുന്ന സാധനം എന്തുവാ, ഡബ്ല്യുക്ക് ഈക്വൽ ആണോ നോക്കണം. എന്ന് വെച്ചാൽ ഡോഗിന് ഈക്വൽ ആണോ അത്, അല്ലല്ലോ, അത് പറഞ്ഞുതരാവേ, ആണോ എന്ന് നോക്കണം. ഇനി അതിപ്പോൾ ചെക്ക് ചെയ്യണം, കറക്റ്റ് ആണെങ്കിൽ കൗണ്ട് എത്രയാണെന്ന് എഴുതണം. ഇല്ലെങ്കിൽ എന്താ, നെക്സ്റ്റിലോട്ട് പോകണം. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് എന്നിട്ട് എന്താ, ഇതിപ്പോൾ മാച്ച് അല്ല, അതുകൊണ്ട് നമ്മൾ അടുത്തതിൽ പോയി, അത് മാച്ചാണ്, അപ്പോൾ കൗണ്ട് 1 എന്ന് എഴുതണം. എന്നിട്ട് അടുത്തതിൽ പോയി, അങ്ങനെ ചെക്ക് ചെയ്യാനേ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് കൗണ്ട് എത്ര വരും എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാവേ. ആദ്യം എന്താ, ഇനിഷ്യലൈസ് ഈ കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് പിന്നെ എന്താ, ടെമ്പ് ഹെഡിലോട്ട് കൊടുക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ആദ്യത്തത് നോക്കാൻ പറഞ്ഞു, നള്ളല്ലെങ്കിൽ നള്ളല്ല, ഇവിടെ എന്താണ്, ഇത് നള്ളല്ലല്ലോ, അതുകൊണ്ട് ആദ്യത്തെ കൊടുത്ത് എന്താ, ക്യാറ്റ്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം, എന്താ ക്യാറ്റ് എന്ന് പറയുന്നത് ഡോഗിന് ഈക്വൽ ആണോ, അല്ല. അപ്പോൾ എന്താ, നമ്മൾ അടുത്തതിലോട്ട് പോയി. അടുത്തെന്താ, ഡോഗ് എന്ന് പറയുന്നത് എന്താ, ഡബ്ല്യുക്ക് ഈക്വൽ ആണ്, ഡോഗിന് ഈക്വൽ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ, കൗണ്ട് 1 എന്നെടുത്ത് എഴുതി. എന്നിട്ട് അടുത്തതിലോട്ട് പോയി. അപ്പോൾ എന്താ, ഫിഷ് എന്ന് വെച്ചാൽ ഡോഗിന് ഈക്വൽ ആണോ, അല്ല, അതുകൊണ്ട് സ്കിപ്പായി. പിന്നെന്താ, അടുത്ത ഡോഗ് എന്ന് വെച്ചാൽ ഡോഗിന് ഈക്വൽ ആണ്, കൗണ്ട് എത്രയായി, നേരത്തെ 1 ഉണ്ടായിരുന്നു, ഇപ്പോൾ അടുത്ത് എന്തായി, 2 ആയി. കൗണ്ട് കണ്ടുപിടിക്കുക വെച്ചാൽ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്നാണ്, നേരത്തെ കിട്ടിയത് പ്ലസ് 1. ഓക്കെ, ഇവിടെ നേരത്തെ കിട്ടിയ 1 ആണ്, അപ്പോൾ 1 + 1 എത്രയാണ്, 2. അങ്ങനെയാണ് എടുത്ത് ചെയ്യുന്നത്. ഇനി അടുത്ത് എന്താ നോക്കേണ്ടത്, ക്യാറ്റ് ഈക്വൽ ടു ഡോഗാണോ, അല്ലല്ലോ, അതുകൊണ്ട് നെക്സ്റ്റ് പോകുമ്പോൾ എന്തുവാ, നള്ളാണ് വന്നത്. എന്നുവെച്ചാൽ എന്താ, നൾ ഈക്വൽ ടു ഡോഗ് അല്ല, നള്ളല്ലേ, തീർന്നു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നള്ള് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, റിട്ടേൺ കൗണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിയ കൗണ്ട് എത്രയാണ്, 2. അപ്പോൾ എന്തുവാ, കൗണ്ട് ഈക്വൽ ടു 2 എന്ന് എടുത്ത് എഴുതണം. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അറേനെയും ലിങ്ക്ഡ് ലിസ്റ്റിനെയും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ വെച്ചിട്ട്, മെമ്മറി യൂസേജ്, ഇൻസേർഷൻ കോംപ്ലക്സിറ്റി, ഡിലീഷൻ കോംപ്ലക്സിറ്റി വെച്ചിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഫീച്ചേഴ്സ് എഴുതണം. ഏതൊക്കെയാണ്, മെമ്മറി യൂസേജ് നോക്കണം, ഇൻസേർഷൻ കോംപ്ലക്സിറ്റി നോക്കണം, ഡിലീഷൻ കോംപ്ലക്സിറ്റി നോക്കണം. ഇത് അറേയുടേത്, ഇത് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെത്. ആദ്യം മെമ്മറി യൂസേജ് നോക്കാം. നമുക്കിവിടെ 10, 20, 30, 40, 50 എന്ന് പറഞ്ഞ ഒരു അറേ എടുത്ത് വയ്ക്കാം. ഇവിടെ നമുക്ക് എന്തുവാ, മിഡിലായിട്ട് ഒരെണ്ണം ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചോ. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ 30 ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതെന്തായാലും വേസ്റ്റ് ആവും. സംടൈംസ് ഇത് കണ്ടിന്യൂസ് ആയിരിക്കും, സംടൈംസ് ഇങ്ങനെ റിമൂവ് ചെയ്യോ ആഡോ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, സ്പേസ് എന്തായിരിക്കും, വേസ്റ്റ് ആവും. ഓക്കെ, അതാണ് അറേൻ്റെ കാര്യം. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ എക്സ്ട്രാ മെമ്മറി വേണം. എക്സാമ്പിൾ നമ്മളിവിടെ എന്താ, ലിങ്ക്ഡ് ലിസ്റ്റിൽ 10 പോയിൻ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോന്ന് കാണിക്കുന്നത്. ഇതിൽ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിലും വാല്യൂ കൊടുക്കാം. ഈ 20 10ൻ്റെ അവിടെ കൊടുക്കാം,
പൊസിഷൻസ് എവിടെ വേണോ കൊടുത്തിട്ട് നമുക്ക് എന്താ സ്കാറ്റേഡ് ആക്കിയിട്ട് ഇഷ്ടമുള്ള സ്ഥലത്തായിട്ട് ഇതിനെന്താ ലിങ്ക്ഡ് ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതൊരു കാര്യം. പിന്നെ ഡൈനാമിക് ആണെന്ന് വെച്ചാൽ എപ്പോൾ വേണോ റിമൂവ് ചെയ്യാം, എപ്പോൾ വേണോ ആഡ് ചെയ്യാം, അങ്ങനെ. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്പേസ് കിടക്കും. ഇവിടെ നമ്മൾ 20 റിമൂവ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി. എന്ന് വെച്ചാൽ ഒരു ആരോ അല്ലേ, ഇവിടെ സ്പേസ് പോകുന്നില്ല. 10 കഴിഞ്ഞാൽ എന്താ 30 ആണ്, 40 ആണ്, അങ്ങനെ പോകുന്നുണ്ട്. ഇതേ കണക്ക് സ്പേസ് വേസ്റ്റേജ് വരുന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ഡൈനാമിക് ആണ്. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കണ്ടീഷൻ. അടുത്ത ഇൻസേർഷൻ കോംപ്ലക്സിറ്റി ഓഫ് അറേ. അതെന്താണെന്ന് വെച്ചാൽ സ്പേസ് ആയിരിക്കും ഇവിടെ പറയുന്ന കോംപ്ലക്സിറ്റി. നമ്മളിവിടെ ഇൻസേർഷൻ അറ്റ് എൻഡിന് ഓഫ് 1 എന്നും ഇൻസേർഷൻ അറ്റ് എനിവെയറിന് ഓഫ് n എന്നും പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇൻസേർഷൻ അറ്റ് എൻഡ് എന്ന് പറയുന്ന കാര്യത്തിൽ ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇവിടെ എന്താണ്, ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാവേ. എന്താണെന്ന് വെച്ചാൽ 10, 20, 30, 40 എന്ന് പറഞ്ഞ ഒരു അറേ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തുവാ 20ക്കും 30ക്കും ഇടയിലായിട്ട് ഒരു അറേ 25 എന്ന് പറഞ്ഞ വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടി എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ 30 എന്ന് പറഞ്ഞ വാല്യൂവിന് ഒരു പൊസിഷൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. 30 നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, എന്നിട്ട് ഈ 30ൻ്റെ അവിടെ നമ്മൾ 25 ഇൻസേർട്ട് ചെയ്ത്. ഇവിടെ എന്താ ചെയ്തത്, ഇപ്പം നമ്മൾ എൻഡിലാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുത്താൽ മാത്രം മതി അല്ലേ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 0, 1 എന്നും. ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ മിക്സഡ് ആയിട്ട് എവിടെയെങ്കിലും എവിടെയെങ്കിലും ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇൻസേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം ഇതേപോലെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫ് n എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ആണേ. 10, 20, 30, 40 എന്നും പറഞ്ഞെടുത്തു. നമുക്ക് 20 കഴിഞ്ഞിട്ട് 25 ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ആദ്യം നോഡ് സെലക്ട് ചെയ്യണം. നമ്മൾ 25 ആണ് എടുത്തത്. എന്നിട്ട് ഈ പോയിൻ്ററിൻ്റെ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ട് പോയിൻ്റ് ചെയ്താൽ മതി. ഇവിടെ ഷിഫ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒരു സാധനം ഈ സാധനത്തിൽ ഇല്ല. കാര്യം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, ഇത് ഡൈനാമിക് ആണ്, നമുക്ക് എങ്ങനെ വേണോ ആഡും റിമൂവും ചെയ്യാൻ പറ്റും. ഇതേപോലെ സ്പേസ് വേസ്റ്റേജ് അങ്ങനെയൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ ഷിഫ്റ്റിംഗ് വന്നു, ഇതിൽ ഷിഫ്റ്റിംഗ് ഇല്ല. ഓക്കെ, ഇതിലെങ്ങനെയാണ് ചെയ്യുന്നത്, അറേൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്ക് 20 എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിലീഷൻ കോംപ്ലക്സിറ്റി അല്ലേ നോക്കുന്നത്. 20 ഡിലീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ 20 ഡിലീറ്റ് ചെയ്ത്, എന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന വാല്യൂ ഈ 13, 14 ഒക്കെ ലെഫ്റ്റിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ ഷിഫ്റ്റിങ് വരുന്നുണ്ട്. ഇതിപ്പോൾ ലാർജ് അറേസിനൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഓഫ് n എന്നും പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ കണ്ടോ, ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് 20 ഡിലീറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ 20 കണ്ടുപിടിക്കണം. ഇവിടെ ഉണ്ട്, ഈ ഒരു ഇതിലാണ് 20 ഉള്ളത്. ഇപ്പോൾ 20 നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ 10ൻ്റെ ആരോ ഇങ്ങോട്ട് കൊണ്ടുവരണം. 6th ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിൽ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ബൈനറി ട്രീ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇതെടുത്ത് എഴുതുക. എന്നിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്ന നള്ളെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഒരു ഇൻഡെക്സ് ഐ എന്നും പറഞ്ഞെടുത്തെന്ന് വെച്ചോ. a = 1. ഐ 1. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ചൈൽഡ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, 2i എന്നും പറഞ്ഞാൽ വരയ്ക്കുന്നത്. എന്ന് വെച്ചാൽ 2 × i എത്രയാണ്, 1 = 2. ഇവിടെ 2യുടെ വാല്യൂ b അല്ലേ, അത്. പിന്നെ റൈറ്റ് ചൈൽഡ് വരയ്ക്കുന്നത് 2i + 1. 2 × i 1 + 1 = എത്ര, 3 കിട്ടും. 3 കിട്ടിയിരിക്കുന്നത്, c അല്ലേ. അപ്പോൾ എയുടെ ലെഫ്റ്റ് ചൈൽഡ് ഏതാ, b. എയുടെ റൈറ്റ് ചൈൽഡ് c. ഇനി ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് നോക്കാം. ബിയുടെ വാല്യൂ 2 അല്ലേ. ലെഫ്റ്റ് ചൈൽഡ് നോക്കുന്നത് എങ്ങനെയാണ്, 2 × ബിയുടെ എത്ര, 2. 4. ഇവിടെ 4 തന്നിട്ടുണ്ടോ, ഇല്ല. അതുകൊണ്ട് ബിക്ക് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല. ഇനി ബിൻ്റെ റൈറ്റ് ചൈൽഡ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 2 × 2 + 1. അപ്പോൾ എത്ര, 5. ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് ഏതാ, 5. റൈറ്റ് ചൈൽഡ് ഏതാ, 5. ഡി. അതേപോലെ അടുത്ത നോക്കാം. സിയുടെ ലെഫ്റ്റ് ചൈൽഡ് എങ്ങനെയാണ്, 3 × 2 ആയിരിക്കും, അല്ല 2 × 3 ആയിരിക്കും. എത്ര, 6. 6 ഇ. സിക്ക് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്. സിയുടെ റൈറ്റ് ചൈൽഡ് നോക്കാൻ വേണ്ടി ഇപ്പോൾ 6 ആണ് കിട്ടിയത്, +1 ചെയ്താൽ മതി. എത്ര, 7. തന്നിട്ടില്ല, അതുകൊണ്ട് റൈറ്റ് ചൈൽഡ് ഇല്ല. ഓക്കെ, പിന്നെ നോക്കേണ്ട ഈടത് എത്രയാണ്, 6. 6 × 2 എത്രയാണ്, 12. 12 എഫ്.
ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട് 30, 12+1 അതാണ് റൈറ്റ് ചൈൽഡ്. എന്താ 30 ജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഡിക്ക് എന്തുവാ 5 അല്ലേ, 2 × 5 എത്ര 10 തന്നിട്ടില്ല, ലെഫ്റ്റ് ചൈൽഡ് ഇല്ല. അപ്പോൾ 10 + 1 11 തന്നിട്ടില്ല, റൈറ്റ് ചൈൽഡ് ഇല്ല. ഇങ്ങനെയാണ് എടുത്ത് വരയ്ക്കുന്നത്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ നോക്കാവേ. ഇവിടെ സൈസ് ഓഫ് ഹാഷ് ടേബിൾ 8 എന്ന് തന്നിട്ടുണ്ട്. ഇൻഡെക്സ് ഓഫ് ഹാഷ് ടേബിൾ എന്തുവാ വേരീസ് ഫ്രം 0 to 7 എന്ന് വെച്ചാൽ എത്രയാണോ ഉണ്ട് 8. സൈസ് തന്നിട്ടുണ്ട് 8 എന്ന്. പിന്നെ കീ വാല്യൂസ് എന്തുവാ ഇത്രയും തന്നിട്ടുണ്ട്. പിന്നെ എന്താ ഇത് മാപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് വെച്ച് മോഡുലോ ഓപ്പറേഷൻ യൂസ് ചെയ്ത് മാപ്പ് ചെയ്യണം. അതിന് വേണ്ടി ആദ്യം എന്താ സൈസ് ഓഫ് ഹാഷ് ടേബിൾ 8 എന്ന് എടുത്ത് എഴുതുക. എന്ന് വെച്ചാൽ 0 to 7 വരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കീ വാല്യൂ എന്താ ഇത്രയും തന്നിട്ടുണ്ട്. ഹാഷ് ഫംഗ്ഷൻ ചെയ്യുന്ന എങ്ങനെയാണ്, ഹാഷ് ഓഫ് കീ ഈക്വൽ ടു കെ മോഡുലോ 8. ഇവിടെ 8 എന്താ നമുക്ക് തന്നിരിക്കുന്ന സൈസ്. ഓക്കെ, ആദ്യം കീ വാല്യൂ തന്നിരിക്കുന്ന ഓർഡറിനെ എടുത്ത് എഴുതുക. എന്നിട്ട് അതിന് മോഡുലോ 8 അല്ലേ നമുക്ക് സൈസ് തന്നിരിക്കുന്നത്, അത് കൊടുക്കണം. അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1 എന്ന് കിട്ടും. ഇതും എല്ലാത്തിനെയും 8 വെച്ച് ചെയ്യുമ്പോൾ വാല്യൂസ് കിട്ടും. ഇനി എന്താ ഇൻഡെക്സ് കീ എഴുതുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂസ് ആദ്യം നമുക്ക് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ 0 to 7 വരെ, അത് അത്രയും 7 വരെ എടുത്ത് എഴുതണം. എന്നിട്ട് ഈ 0 കിട്ടുന്നില്ലേ, ഈ 0 കിട്ടുന്ന ഏതിലാ 48 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി 1 കിട്ടുന്ന ഏതിലാ 73 കിട്ടുന്നുണ്ട്. 1 കിട്ടുന്ന എന്താ 89 കിട്ടുന്നുണ്ട്. അത് രണ്ടും എടുത്ത് എഴുതുക. പിന്നെ 2 കിട്ടുന്ന ഏതിലൊക്കെ 2 കിട്ടുന്നത് 66 കിട്ടുന്നുണ്ട്, 18 കിട്ടുന്നുണ്ട്, എടുത്ത് എഴുതുക. 3 കിട്ടുന്നില്ല, 4 കിട്ടുന്നില്ല. 5 എത്രയല്ല കിട്ടുന്നത് 37 കിട്ടുന്നുണ്ട്. 6 54, 7 അതെ 15 കിട്ടുന്നുണ്ട്. ഇത് ഇത്രയാണ് എടുത്ത് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 8th ക്വസ്റ്റ്യൻ ചെയ്യാവേ. ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ക്വിക്ക് സോർട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് എലമെൻറ്റ് പിവോട്ട് എലമെൻ്റ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ക്വസ്റ്റ്യൻ തന്ന പോലെ എടുത്ത് എഴുതുക. ലാസ്റ്റ് എലമെൻറ്റിന് നമ്മൾ 10 ആയ ലാസ്റ്റ് എലമെൻറ്റ് പിവോട്ട് എലമെൻ്റ് ആയിട്ട് എടുത്ത് എഴുതി. 10നെ കാട്ടി ലെസ്സർ ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡിലും ഗ്രേറ്റർ ആയിട്ടുള്ളത് റൈറ്റ് സൈഡിലും എഴുതുക. ഇതാണ് എന്താ ക്വിക്ക് സോർട്ടിൻ്റെ മെത്തേഡ്. അതിന് വേണ്ടി ആദ്യം നമ്മളെന്താ 10നെ കാട്ടി ലെസ്സർ ആയിട്ടുള്ള വാല്യൂസാണ് നമുക്കിവിടെ ലെഫ്റ്റിൽ തന്നേക്കുന്നത്. അതുകൊണ്ട് ഇത് അതേപോലെ തന്നെ എടുത്ത് എഴുതി. ബിക്കോസ് എന്താ 10 വലുതാണ്, അതിനെക്കാട്ടി വലിയ നമ്പേഴ്സ് തന്നിട്ടില്ല. സോ 10 ഇരിക്കേണ്ട പൊസിഷൻ്റെ മീൻസ് 10 ലാസ്റ്റാണ് ഇരിക്കേണ്ടത്, അവിടെ തന്നെയാണ് 10 ഉള്ളത്. അതുകൊണ്ട് ഒരു ചേഞ്ചിന് ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിൽ ഓർഡർ എല്ലായിരിക്കും 3 അല്ലേ, ആ 3 എന്ന് വെച്ചാൽ ലാസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റിനെ പിന്നും പിവോട്ട് എലമെൻ്റ് ആക്കി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് 3നെ കാട്ടി ലെസ്സർ ലെഫ്റ്റ് സൈഡിലും ഗ്രേറ്റർ റൈറ്റ് സൈഡിലും കൊടുക്കണം. നമുക്കറിയാം 3നെ കാട്ടി ഗ്രേറ്റർ സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് മുഴുവനും. അതുകൊണ്ട് നമുക്കെന്താ 3നെ പൊസിഷൻ മാറ്റി ഫ്രണ്ടിലാക്കണം. ബിക്കോസ് 3നെ കാട്ടി ഗ്രേറ്റർ ആണ് ഇവിടെ ഇത്രയും കിടക്കുന്നത്. സോ 3നെ ഫ്രണ്ടിലാക്കി ബാക്കി എല്ലാത്തിനും ഇപ്പുറത്താക്കി. പിന്നെ 10 എന്തുവാ വലിയ നമ്പർ ആയതുകൊണ്ട് ലാസ്റ്റാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. സോ നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എന്താ ക്വിക്ക് സോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.